എനിക്ക് രേഖയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ, മോള് പോയിക്കോ, മമ്മി വന്നേക്കാം. ഇനിയും എന്റെ ജീവിതം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം? ബാലേട്ടാ, വിനയന്റെ കയ്യിൽ ആ ഫോട്ടോ കൊടുത്തയച്ചത് എന്റെ വിവാഹം മുടക്കാനായിരിക്കും. ഫോട്ടോയോ? ഏത് ഫോട്ടോ? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ പ്രതിഫലവും നീ എനിക്ക് തന്നു. ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല, എന്റെ വയസ്സായ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത്. ആരെയും കുഞ്ഞും കുടുംബവും ഒക്കെ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതൊക്കെ എന്നേ തകർന്നു. വീണ്ടും ഒരിക്കൽ തമ്മിൽ കാണരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ബാലേട്ടാ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ബാലേട്ടന് അറിയില്ല, ആർക്കും അറിയില്ല. ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ബാലേട്ടൻ നിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവളാ. ബാലേട്ടൻ എല്ലാ നന്മകളും ഉണ്ടാവാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ. ബാലേട്ടൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം. ഇനി നീ എന്നോടൊന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട. ഞാനെല്ലാം കേട്ടതാ. നീയും വിശ്വനാഥ് സാറിന്റെ മകനും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നുമില്ല സൂസി, ഞാനും നീയും തമ്മിൽ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്ന് എന്താ മറയ്ക്കുന്നുവെന്ന്. പറയൂ രേഖ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. നിനക്ക് എന്നോട് ഇത്രമാത്രം അകൽച്ചയുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. രേഖ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നെക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വേണ്ട രേഖ, നീ ഒന്നും പറയണ്ട. സൂസി, ഞാനെല്ലാം പറയാം. നീ എന്നോട് പിണങ്ങിയാൽ എനിക്കത് സഹിക്കാനാവില്ല. എനിക്ക് നീയും എന്റെ മോളും മാത്രമേ ഉള്ളൂ. ഞാനും ബാലേട്ടനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. എയർ ഹോസ്റ്റസായി നിയമനം കിട്ടിയ ഞാൻ ബോംബെയിൽ വെച്ചാണ് ക്യാപ്റ്റനായ ബാലേട്ടനെ പരിചയപ്പെട്ടത്. ആ പരിചയം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു. ആ ബാലു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് എന്റെ കസിന്റെ വീട് വരെ ഒന്ന് പോണം. വന്നിരുന്നെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമായിരുന്നു. ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ സാറേ
സാർ ഇവിടെയെങ്കിലും അല്ലേ? നമ്മൾ ഇപ്പോഴല്ലേ ആകാശത്ത് നിന്ന് കൊണ്ട് പോകുന്നത്. കുറച്ചു നേരമെങ്കിലും ഭൂമിയിൽ നിന്നൂടെ? പാർട്ടി തൊട്ടടുത്ത മുറി തന്നെ ഉണ്ടല്ലോ. ഒന്ന് പോടി. I'll be back in the morning. Thank you. ആഹാ, ഞാൻ പോകാൻ കാത്തിരിക്കായിരുന്നു. അടങ്ങി കിടന്നു കേട്ടോ. രാവിലെ വരാവളേ. പോയോ പിള്ളേരും? ഐ എം സോറി. ഗെറ്റ് മീ റൂം നമ്പർ 79. ഹലോ, ഞാനാ. എന്താ പരിപാടി? ഒന്നുമില്ല. ആശ കുളിക്കാണ്. പിന്നെ തന്നൊന്ന് കാണുമല്ലോ. ദേവരാജനെ ഏതോ കസിനെ കാണാനെന്നും പറഞ്ഞ് മുങ്ങിയിരിക്കുക. എന്താണ് പോണെന്നറിയില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമെങ്കിൽ ബാലേട്ടൊന്നും പുറത്തുനിന്ന് ചുറ്റാൻ പോകാമായിരുന്നില്ലേ? ആ താനിവിടെ ഉള്ളപ്പോഴും. പിന്നെ തനഞ്ഞിട്ട് വന്നേ. അയ്യോ, ആശ ഇപ്പൊ കുളിച്ചു വരും. അവരെ തനിക്ക് ഏതെങ്കിലും കസിന്റെ വീട്ടിൽ പറഞ്ഞയച്ചൂടെ? താനൊരു കാര്യം ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോ ആശ അറിയാതെ സ്ലിപ്പ് ചെയ്ത് വരെ വരണം. അയ്യോ, ഞാനില്ല. എടോ കുറച്ചു നേരം സംസാരിച്ചിരിക്കാവടോ. ആശ അറിഞ്ഞാൽ? ഓ, ആ പാർട്ടി ഒരു 3-4 ഒളിമ്പിക്സ് കഴിഞ്ഞതല്ലേ. ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോ താൻ പതുക്കെ വിളിഞ്ഞു പോരാ. ആശ കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കാത്തിരിക്കും. വെറുതെ എന്നെ കൊണ്ട് ഉറക്കളപ്പിക്കരുത്. ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് പോകാനാണ് പിന്നെ താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇരിക്കേ. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് മുറിയിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുകൾ മാത്രമല്ല ശരീരം ഒന്നായി തീരുകയായിരുന്നു. എന്റെ ബാലേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. എന്റെ വയറ്റിൽ ബാലേട്ടന്റെ ജീവൻ വളരുന്നെന്ന സത്യം. അങ്ങനെ ഞാൻ രമ്യമോളെ പ്രസവിച്ചു. നിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്?
കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹം അവളെ പഴിച്ചവളെന്ന് മുദ്ര കുത്തില്ലേ? ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും. അപ്പോൾ അയാൾ നിന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? ആ മനുഷ്യൻ മറ്റൊരുത്തിരി കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ ഒരു അമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും. വേണ്ട സൂസി, എന്റെ ജീവിതമോ തകർന്നു. ബാലേട്ടനെങ്കിലും സുഖമായി ജീവിക്കട്ടെ. എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. സുഖമില്ലാതിരിക്കുന്ന മേനോൻ സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം? എന്റെ വിധി ഇതാണ്. ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സമയം എത്രയായി? നീ പോയി വാങ്ങിച്ചോണ്ടോ? സൂസി, വിവാഹത്തിന് വരാൻ മറക്കരുത്. രേഖയും മകളും തലേ ദിവസമേ വരും. അവരോടൊപ്പം നീയും വരണം. എനിക്ക് സാറിനോട് ഒരു അപേക്ഷയുണ്ട്. എന്താ? ഈ അവസ്ഥയിൽ സാറിനോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. ഇനി പറയാതിരുന്നാൽ... എന്താ സൂസി, പറയൂ. സാറിന്റെ മകന്റെ വിവാഹം നടക്കാൻ പാടില്ല. സൂസി! അതെ സാർ, സാറിന്റെ മകൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. സൂസി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രമ്യമോൾ അങ്ങയുടെ മകന്റെ കുട്ടിയാണ്. രേഖ അങ്ങയുടെ മകന്റെ അവിവാഹിതയായ ഭാര്യയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ബാലേന്ദ്രനകത്തുണ്ടോ? ഉണ്ട്. ബാലേന്ദ്ര! ആ, ഡാഡി വന്നോ? എന്താ ഡാഡി? എന്റെ മക്കൾ എന്റെ മുന്നിൽ കള്ളം പറയില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എസ്പെഷ്യലി യു. വിനയനേക്കാൾ എല്ലാ കാര്യത്തിലും എനിക്ക് വിശ്വാസം നിന്നെയായിരുന്നു. ഇന്ന് നിന്നെ പറ്റി ചെയ്ത് പറഞ്ഞു കേട്ടപ്പോ എന്റെ മകൻ അച്ഛന്റെ മുമ്പിൽ അതിവിനയം കാണിക്കുന്ന സമർത്ഥനായ ഒരു അഭിനേതാവാണെന്ന് മനസ്സിലായി. ഡാഡി എന്തൊക്കെയാ പറയുന്നത്? രേഖയും നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവുമില്ല. എന്നോട് കള്ളം പറയരുത്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രമ്യ നിന്റെ മകളല്ലേ? രമ്യ എന്റെ മകളോ? അതെ, രേഖയിൽ നിനക്ക് ജനിച്ച കുഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ല. ബാലേന്ദ്ര, നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചു തരാനും ഞാൻ ഒരുക്കമാണ്. അതിനുള്ള വിവേകം എനിക്കുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയെ പറഞ്ഞു മയക്കി അവളുടെ ജീവിതം നശിപ്പിച്ച ശേഷം മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എടാ, തെറ്റിതിരുത്താൻ ഇനി സമയം വൈകിട്ടില്ല. വഞ്ചിതയായ പെൺകുട്ടിയുടെ കണ്ണുനീരിന് തന്നെ നശിപ്പിച്ചതിനെ ദീപിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. കാര്യമറിയാതെ ഡാഡി വെറുതെ ഇമോഷണൽ ആയിരുന്നു. ഡാഡി ഒരു ഹാർട്ട് പേഷ്യന്റാണ്. നടന്നെന്താണെന്ന് ഞാൻ പറയാം. രേഖ ഇന്ത്യൻ എയർലൈൻസിലെ ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും സ്നേഹബന്ധത്തിലായത്. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്നേഹിച്ച പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള തന്റെ ഇടവ് എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? പക്ഷെ അവൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് എന്നേക്കാൾ വലുത് അവളുടെ ബന്ധങ്ങളും കടപ്പാടുകളുമായിരുന്നു. ഞാനത് വിശ്വസിക്കണം അല്ലേ? ഡാഡി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ഇതാണ്. അന്ന് ഞാനും രേഖയും വെസ്റ്റേൺ റീജിയനിലായിരുന്നു. വീട്ടിലേക്ക് ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് ബോംബെയിൽ വെച്ച് അവൾക്കൊരു ടെലിഗ്രാം കിട്ടി. അവൾ നാട്ടിലെത്തിയതിന്റെ 5-ാം ദിവസം എനിക്ക് അവളുടെ ഒരു കത്ത് കിട്ടി. പ്രിയമുള്ള ബാലേട്ട, തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കത്ത് കിട്ടുക. എന്നോട് ക്ഷമിക്കൂ. ബോംബെയിൽ നിന്ന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. പെട്ടെന്നുള്ള ഒരു അറ്റാക്ക്. നമ്മൾ കൊതിക്കുന്നതൊന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. ബാലേട്ട, എല്ലാ ബന്ധങ്ങളുടെയും അവസാനം ദുഃഖമാണോ? ക്ഷമിക്കൂ ബാലേട്ട. അച്ഛന്റെ സഹോദരിയുടെ മകനുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. തകർന്ന മനസ്സോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എന്നെ മറന്നേക്കൂ എന്ന് രേഖ.
ഈ കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവളെ കാണാൻ അവളുടെ ഗ്രാമത്തിലുള്ള വീട്ടിൽ ചെന്നു. എന്നോട് ക്ഷമിക്കൂ ബാലേട്ട. ബാലേട്ടൻ എന്നെ മറക്കണം. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? വിധി നമ്മളെ തമ്മിൽ അകറ്റുകയാണ് ബാലേട്ട. അച്ഛൻ എന്റെ വിവാഹം നിശ്ചയിച്ചു. രേഖേ, അതെ ബാലേട്ട. ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ഒരു അറ്റാക്കായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അനാഥയാകുമല്ലെന്ന ദുഃഖമായിരുന്നു അച്ഛന്. അച്ഛന്റെ സഹോദരിയുടെ മകനെ കൊണ്ട് ഇന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടാണ് അച്ഛൻ എന്നെ വിളിപ്പിച്ചത്. ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് എതിർത്ത് നോക്കി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. രേഖ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ ബന്ധത്തിന് നീ ഇത്രയും വില കൽപ്പിച്ചിട്ടുള്ളൂ. നിന്നെ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാം. നമ്മുടെ ബന്ധത്തെ എന്റെ ഡാഡി എതിർക്കില്ല. എതിർത്താൽ തന്നെ നിന്റെ കഴുത്ത് ഞാൻ താലിയിട്ടു. വയ്യ ബാലേട്ട, എനിക്കതിന് വയ്യ. മരണക്കിടക്കയിൽ കിടക്കുന്ന എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് വയ്യ ബാലേട്ട, എനിക്കതിന് വയ്യ. എനിക്കെന്റെ അച്ഛനെ അനുസരിച്ചേ പറ്റൂ. അപ്പോ ഞാൻ നിനക്ക് ആരുമല്ല അല്ലേ? അവളെ മറക്കാൻ കഴിയില്ലെങ്കിലും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോന്നത്. അതിനുശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അവിടെ വീണ്ടും കാണുന്നത്. ഇപ്പോൾ ആർക്കോ ജനിച്ചൊരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഡാഡിയുടെ മുമ്പിൽ അവൾ ഈ നാടകമാടുന്നത്. ഇനി ഡാഡിക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഡാഡി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. എനിക്കൊരു വിവാഹം വേണമെന്നില്ല. പക്ഷേ പകരം രേഖയെ സ്വീകരിക്കാൻ ഡാഡി എന്നോട് പറയരുത്.